ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാണുകയാണ് ഒരു ജനലിൻ്റെ സൈഡിൽ കൂടെ ഒരു കൈ, ആ കൈ ഈശോൻ്റെ കൈകളാണെന്ന് ഞാൻ നല്ല രീതിയിൽ കാണുന്നുണ്ട്. പക്ഷേ ഈശോൻ്റെ മുഖം കാണുന്നില്ല. ഒരു ഭയങ്കര ഒരു ബ്രൗൺ കളറിൽ രക്തം കട്ട പിടിച്ചായിരിക്കാം അങ്ങനെ ഒരു കൈയാണ് ഞാൻ കാണുന്നത്. അതിങ്ങനെ കൈ വെളിയിലേക്ക് ഇട്ടിട്ട് കാര്യങ്ങളും മാതാവ് എനിക്ക് ഈശോ വഴി നേടി തന്നിട്ടുണ്ട്. എല്ലാം ഒന്നും എനിക്കിപ്പോൾ പറയാൻ സാധിക്കത്തില്ല, അതിനുള്ള സമയമില്ലാത്തത് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറയുകയാണ്. ഞാനിവിടെ ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഞാൻ പറയുന്നത്, ഞാൻ ഡോക്ടർ ഗോപിക. ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഫെബ്രുവരി 2024 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടിയിൽ ഞാൻ വെച്ചിരിക്കുന്ന നിയോഗവും അതുകൂടാതെ വേറെ കാര്യങ്ങളും മാതാവ് എനിക്ക് ഈശോ വഴി നേടി തന്നിട്ടുണ്ട്. എല്ലാം ഒന്നും എനിക്കിപ്പോൾ പറയാൻ സാധിക്കത്തില്ല, അതിനുള്ള സമയമില്ലാത്തത് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറയുകയാണ്. ഞാനിവിടെ ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഞാൻ പറയുന്നത്, ഈശോയും മാതാവുമായിട്ട് ഒരു കണക്ഷൻ പണ്ടേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അത് 7th സ്റ്റാൻഡേർഡ് തൊട്ട് ഞാനൊരു കോൺവെൻറ്റിൽ തന്നെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവിടുന്ന് ഞാൻ കുർബാനയ്ക്ക് എല്ലാ ദിവസവും രാവിലെ ഞാൻ കുർബാനയ്ക്ക് പോകുമായിരുന്നു. വൈകുന്നേരങ്ങളിൽ ഞാൻ കൊന്തയ്ക്ക് കൂടുമായിരുന്നു. ഒരിക്കലും കമ്പൾസറി ഉണ്ടായിരുന്നില്ല, ഇന്ന ആൾക്കാർ പോകണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തോ എനിക്കറിയത്തില്ല, എനിക്ക് ആഗ്രഹമായിരുന്നു, ഞാൻ അങ്ങനെ പോകുമായിരുന്നു. അങ്ങനെ സിസ്റ്റേഴ്സായിട്ട് ഒരുപാട് കമ്പനി ഉണ്ടായിരുന്നു, അവരെനിക്ക് കൊന്തകൾ തരുമായിരുന്നു, അതൊക്കെ സൂക്ഷിച്ച് വയ്ക്കുമായിരുന്നു. ഈ 7th തൊട്ട് 12th വരെ അങ്ങനൊരു രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഞാൻ, പിന്നീട് എനിക്ക് ഒരു 1 ഇയർ ഞാൻ ഒരു എൻട്രൻസ് എക്സാമിന് പോയി. അവിടെ പോയപ്പോഴും ദൈവം എന്നെ കൊണ്ടെത്തിച്ചത് ഒരു കോൺവെൻറ്റിലേക്കാണ്. ഒരിക്കലും ഞാൻ തപ്പിപ്പോയതല്ല. അപ്പോൾ അവിടെ ചെന്നണക്കെയും ഇതുപോലെ തന്നെ എനിക്ക് എന്നും കുർബാനയ്ക്ക് പോകാൻ പറ്റി, സന്ധ്യയ്ക്ക് കൊന്ത ചൊല്ലാൻ പറ്റി, ഇതൊക്കെയായിരുന്നു. അത് കഴിഞ്ഞ് BMSന് കയറിയ ശേഷമാണ് ഒരു 5 വർഷം എനിക്ക് ഇതിൽ നിന്നൊരു ഗ്യാപ്പ് വന്നത്. അപ്പം ഞാൻ അന്നേരം ഈശോയെ മാതാവിനെ ഒന്നും ഞാൻ വിളിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ വിട്ടെങ്കിലും ഒരിക്കലും അവരെന്നെ വിട്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. കാരണം ഈ 5 ഇയർ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം PG വേണ്ടി ഞാൻ ട്രൈ ചെയ്തു. 2 വർഷത്തോളം ഞാൻ PG നോക്കി, പക്ഷേ എനിക്ക് PG കിട്ടിയില്ല. കഠിനമായിട്ട് തന്നെ ഞാൻ അധ്വാനിച്ചു. കാരണം എനിക്കൊരു മോളുണ്ടായിരുന്നു, അപ്പോൾ അവളുടെ കൂടെ തന്നെ ഞാനിരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ചത്. പക്ഷേ എനിക്ക് PG കിട്ടിയിരുന്നില്ല. അങ്ങനെ വിഷമിച്ചിരുന്ന് കരയുന്ന സമയത്താണ് CRIV എന്ന് പറഞ്ഞിട്ടൊരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു എക്സാം വന്നത്. അത് പെർമനൻ്റ് അല്ല എങ്കിലും എനിക്കത് അതിൽ കയറി പറ്റണമെന്ന് എനിക്ക് വളരെയേറെ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഒരു കച്ചിത്തുരുമ്പായിരുന്നു അത്. അതിൽ കയറിക്കൊണ്ടാണെങ്കിലും എനിക്കിനി വേണമെങ്കിൽ പഠിക്കാം. അപ്പോൾ ഞാൻ അത്രയേറെ ആഗ്രഹിച്ച് ഞാൻ അതിനുവേണ്ടി ഇരുന്ന് പഠിക്കാൻ ശ്രമിച്ചു. പക്ഷേ പഠിക്കാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും എന്നെ ആൻസൈറ്റി എനിക്കിങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. കാരണം എനിക്ക് PG പോലെ ആയിപ്പോയാൽ എന്ത് ചെയ്യും, ഇനി എനിക്ക് PG കിട്ടാതിരുന്നത് പോലെ ഇത് വീണ്ടും കിട്ടാതിരുന്ന എന്ത് ചെയ്യും, പഠിക്കാനുള്ള സമയം മൊത്തം എനിക്ക് ചിന്തകളിലൂടെ മാത്രമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാൽ ഒരു കൗൺസിലിങ്ങിന് പോകാം, ജസ്റ്റ് ഒരു കൗൺസിലിങ്ങിന് പോയ ഒരു ആശ്വാസം കിട്ടുമല്ലോ. അങ്ങനെ കൗൺസിലിങ്ങിന് പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു വെച്ചാൽ ഇയാൾക്കൊരു പ്രശ്നമില്ല, ഇയാൾക്കൊരു ജോലി കിട്ടിയാൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, മനസ്സിരുത്തി ഇത് പഠിച്ചാൽ മതി എന്നാ പറയണം. പക്ഷെ ഞാൻ പറഞ്ഞു പറ്റില്ല, എനിക്ക് എക്സാം വരെയെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു മെഡിസിൻ തന്നാൽ എനിക്ക് അതുകൊണ്ടൊരു ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ തന്നെ നിർബന്ധിച്ച് ടാബ്ലറ്റ് വാങ്ങിച്ച് ഒരാഴ്ചത്തേക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ CRIVയുടെ എക്സാമിന് പഠിച്ച് എക്സാം എഴുതിയ സമയത്തും അത്യാവശ്യം എനിക്ക് എളുപ്പമുള്ളതായിട്ടാണ് തോന്നിയത്. 98% എനിക്ക് കിട്ടും എന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു. അങ്ങനെ എക്സാം കഴിഞ്ഞു. ഫസ്റ്റ് ലിസ്റ്റ് ഇട്ടു, അതിലെൻ്റെ പേര് വന്നില്ല. സെക്കൻഡ് ലിസ്റ്റ് ഇട്ടു, അതിലും എൻ്റെ പേര് വന്നില്ല. അപ്പോൾ വീണ്ടും ഞാൻ ആകെ തകർന്നു. ഇത്രയേറെ ആയിട്ടും എനിക്കൊരു റിസൾട്ട് വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പൊട്ടിക്കരഞ്ഞു അന്ന് രാത്രിയിലിരുന്ന്. അന്ന് ഒരിക്കലും ഞാൻ പണ്ട് ഈശോയെ മാതാവിനെ വിളിച്ച് അതൊന്നും എനിക്ക് ഓർമ്മ വന്നില്ല. പക്ഷെ ഞാൻ ദൈവത്തോട് തന്നെ ഞാൻ അവിടുന്ന് പറയുകയാണ്, എന്താ ദൈവമേ എനിക്ക് ഇങ്ങനൊരു അവസ്ഥ തന്നത്, ഇത്രയേറെ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും എന്ന് പറഞ്ഞ് കരഞ്ഞിടുന്ന സമയത്ത് 7 തൊട്ട് 12 വരെ പഠിക്കുന്ന സമയത്ത് എനിക്ക് കുറേ കൊന്തകൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പിന്നീട് നോക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല. ആ ഭാഗത്തേക്ക് എൻ്റെ കണ്ണുകൾ ആരോ കൊണ്ടുടക്കുന്ന പോലെ ഞാൻ ആ ഭാഗത്തേക്ക് നോക്കി. അപ്പോൾ ആ കൊന്തകൾ കണ്ടു. ഞാൻ ആ കൊന്തയെടുത്ത് ഞാൻ ആദ്യത്തെ കൊന്ത ഞാൻ ചൊല്ലി. ഒരു കൊന്ത ഞാൻ ചൊല്ലിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ആരോ ഉണ്ടെന്നുള്ള ഒരു വലിയ ആശ്വാസം എനിക്കുണ്ടായി. അതൊന്നും കൃപാസനം എന്താണെന്നോ കൃപാസനത്തിൽ എന്താ നടക്കുന്നതെന്നോ ഇതൊന്നും എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ആ കൊന്ത ചൊല്ലിയത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നെക്സ്റ്റ് ഡേ രാവിലെ എണീറ്റപ്പോൾ വീണ്ടും എനിക്ക് കൊന്ത ചൊല്ലാൻ തോന്നുകയാണ്. ഞാൻ വീണ്ടും കൊന്ത ചൊല്ലി. പഴയ ബൈബിൾ ഞാൻ പൊടി തട്ടിയെടുത്തു, ഞാൻ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ യാദൃച്ഛികമായിട്ട് എൻ്റെ ഫോണിനകത്തോട്ട് ഒരു ഷോർട്ട് വീഡിയോ വരികയാണ്. കൃപാസനത്തിലെ ഒരു ഷോർട്ട് വീഡിയോ വരികയാണ്. പക്ഷെ ഞാനത് എടുത്ത് നോക്കിയില്ല, എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. നെക്സ്റ്റ് ഡേ വീണ്ടും ഈ ഒരു ഷോർട്ട് വീഡിയോ കയറി വരികയാണ്.
ഞാൻ അന്നേരം ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ എൻ്റെ അമ്മ ഈശോയുടെ അമ്മയുള്ള പാട്ട് മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ. അപ്പം ഈ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാനത് ഡൗൺലോഡ് ചെയ്ത് കേട്ടു. പക്ഷേ എന്നിട്ട് ഈ പള്ളി എന്താണെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ വീണ്ടും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ സീനിയർ ഒരു ചേച്ചി എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്നോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ CRAV എഴുതി, അത് എനിക്ക് കിട്ടിയില്ല, എല്ലാം നഷ്ടമാണെന്ന് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ചേച്ചി എന്നോട് ഇങ്ങോട്ട് പറയുകയാണ്, ചേച്ചിയുടെ പേര് കൃപ എന്നാണ്. അപ്പോൾ ചേച്ചി എന്നോട് ഇങ്ങോട്ട് പറയാം, എടി ഇങ്ങനെ ഒരു പള്ളിയുണ്ട് അവിടെ, ഞാൻ പോകാൻ നോക്കിയിട്ട് എനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല, നീ അവിടെ പോയി ഒരു ഉടമ്പടി എടുക്കുക, നിനക്ക് ശരിയാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എന്നാൽ നമുക്ക് അവിടെ പോയി ഒരു ഉടമ്പടി എടുക്കാം. അച്ഛൻ ഓക്കെ ഒക്കെ പറഞ്ഞെങ്കിലും സമയമായപ്പോൾ അച്ഛൻ പറഞ്ഞു കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ, നമുക്ക് പിന്നെ ആവാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഒരുപാട് ഒരുങ്ങി, ആ മാതാവിനെ വരവേൽക്കാൻ പോവാണ്, ആ ഒരു രീതിയിൽ ഞാൻ എന്താ പറയുക ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. അപ്പോൾ പെട്ടെന്ന് അച്ഛൻ ഇങ്ങനെ പിന്നെ മതി എന്ന് പറഞ്ഞപ്പോൾ ഒരു മുടക്ക് വന്നപ്പോൾ എനിക്കത് വിഷമമായിട്ട് ഞാൻ അമ്മ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് ബൈബിൾ തുറന്ന് നോക്ക്, എന്താ പറയുന്നത് നമുക്ക് അപ്പോൾ അറിയാമെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം ബൈബിൾ തുറന്ന് നോക്കി, വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ ബൈബിൾ തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് എനിക്ക് വന്നത് സന്ദർശനം മാറ്റിവെക്കുന്നു എന്നാണ് വന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് ഇപ്പോഴല്ല പറയണേ, 2 ദിവസം കൂടെ കഴിയട്ടെ എന്നാണ്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞു, ഞാനും അച്ഛനും കൂടെ അവിടെ വന്ന് ഉടമ്പടി എടുത്തു. എനിക്ക് മാതാവിനെ കിട്ടണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. വന്ന് അന്ന് തൊട്ട് ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ 6-7 കൊന്തകൾ ഇവിടെ നിന്നല്ല ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ മാതാവിനെ കിട്ടി. അത് കഴിഞ്ഞ് എനിക്ക് 2 ആഴ്ചയോളം എനിക്ക് ഹെഡേക്ക് ഭയങ്കരമായിരുന്നു, കുറയുന്നില്ല. പക്ഷേ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ ആ ഹെഡേക്ക് എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതൊന്നും ഞാൻ നിയോഗത്തിൽ വെച്ച കാര്യങ്ങളൊന്നും അല്ല. അതുപോലെ തന്നെ എനിക്ക് നമുക്ക് പോളിസ്റ്റർ ഡ്രസ്സ് ഇടുമ്പോൾ ഒരു ചൂടുകുരു പോലെ അലർജി വരുമായിരുന്നു. പക്ഷേ ഇത് ഞാനൊന്നും മാതാവിന് നിയോഗം വെക്കുമെന്ന് വിചാരിച്ചല്ല, മാതാവ് മാറ്റണം, ഇതൊക്കെ എന്തിനാ പറയണേ എന്നുള്ളതായിരുന്നു. പക്ഷേ ഇതെല്ലാം മാതാവ് മാറ്റി തന്നു. അതിനുശേഷം ഇന്നേ വരെ എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നീട് ഈ CRAVയുടെ എക്സാം കാര്യം ഞാൻ പിന്നെ അങ്ങ് വിട്ട് കളഞ്ഞു. കാരണം ഇതൊന്നും എനിക്ക് കിട്ടിയില്ലേലും വേണ്ടിയില്ല, എൻ്റെ കൂടെ ഒരാളുണ്ടെന്നുള്ളൊരു ധൈര്യം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായി. അങ്ങനെ അതിനുശേഷം എൻ്റെ ഒരു കസിൻ ചേച്ചി അവൾക്ക് ഉടമ്പടി എടുക്കാൻ വേണ്ടി ഞാനും അവളും കൂടി ഇവിടെ വന്നു. ഇവിടെ വന്നതിന് ശേഷം ഉടമ്പടി എടുത്ത ശേഷം ഞാൻ അവളോട് പറഞ്ഞു, എടി എനിക്ക് CRAVന്ന് ഇതുവരെ ഒന്നും വന്നില്ല, വന്നെങ്കിൽ നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ടൊരു എമൗണ്ട് വന്നാൽ നമുക്കൊരു കാരുണ്യ പ്രവർത്തനമൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അവൾ പറഞ്ഞു നീ പേടിക്കേണ്ട, മാതാവെല്ലാം കേൾക്കുകയാണ്, നിനക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് തിരിച്ച് ഞാൻ പള്ളി മുറ്റത്ത് നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ എനിക്ക് CRAVന്ന് കോള് വരികയാണ്, എന്താ പറയുക ലിസ്റ്റിനകത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചു, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു നീ എടുത്ത് നോക്ക്, ലിസ്റ്റ് എടുത്ത് നോക്ക്, അതിൽ 10 പേരെ ഇട്ടിട്ടുണ്ട്, അതിനകത്ത് എൻ്റെ പേരുണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക എനിക്കത് ഭയങ്കര, അപ്പം ഇത് കണ്ടപ്പം അവൾക്കും ഭയങ്കരമായിട്ട് വിശ്വാസമായി, അവളും നല്ല രീതിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു നിയോഗം എനിക്ക് മാതാവ് സാധിച്ചു തന്നു. പിന്നെ ആദ്യത്തെ 2 ലിസ്റ്റിൽ എനിക്ക് കിട്ടാതിരുന്നത് വളരെ നന്നായി എന്ന് എനിക്ക് പിന്നീട് തോന്നി. കാരണം ഈ 3ാമത്തെ ലിസ്റ്റിൽ വന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങേയറ്റം നല്ലൊരു ഹോസ്പിറ്റൽ 260 കിലോമീറ്ററിന് എബോവിൽ മാത്രമേ ഇത് നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ എനിക്ക് കറക്റ്റ് 260 കിലോമീറ്ററിൽ പാലക്കാട് എനിക്ക് എല്ലാ മാസവും വരത്തക്കവണ്ണം അത്രയും അഡ്ജസ്റ്റ് ചെയ്ത് തരുന്ന ഒരു സാറിനെ കിട്ടി, അത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടി. ഇതുപോലൊരു സ്ഥലം വേറെ ഉണ്ടാവത്തില്ല. പിന്നെ കിട്ടാതിരുന്ന 2 മാസത്തിന് പുതിയൊരു റൂള് വന്നിട്ട് ഇനി ആ 2 മാസം എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിട്ട് ഈ ഒരു വർഷം അങ്ങനെ ഒരു റൂളും വന്നിട്ടുണ്ട്. അപ്പോൾ അതും എനിക്ക് നഷ്ടമായിട്ടില്ല. അങ്ങനെ എൻ്റെ CRAVയുടെ കാര്യത്തിൽ മാതാവ് വലിയൊരു കാര്യം, എനിക്ക് നല്ലൊരു സാലറിയും കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനൊരു പഠിക്കുകയും ചെയ്യാം, ഒപ്പം എനിക്ക് വർക്കും ചെയ്യാം, ആ ഒരു രീതിയിൽ എനിക്ക് മാതാവ് എന്നെ ഉയർത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛന് കാലിലൊരു സ്കിൻ ഡിസീസ് ഉണ്ടായിരുന്നു. അതൊരു 3-4 വർഷം കൊണ്ടേ ഉണ്ട്, മരുന്ന് കഴിക്കും മാറും വീണ്ടും വരും, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. പുള്ളിക്കാരന് അങ്ങനെ പഥ്യങ്ങളൊന്നും അങ്ങനെ നോക്കാൻ വലിയ താല്പര്യമുള്ള കൂട്ടത്തിലല്ല. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഞാനിവിടെ വന്നപ്പോൾ നിയോഗം എഴുതി പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്ത ആദ്യത്തെ ഒരു വല്ലാത്തൊരു ഇതിൽ എല്ലാവരും പറഞ്ഞു നമ്മൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാറും എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ പറയുക ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ച തന്നെ എനിക്കൊന്ന് മാറ്റി തരണേ മാതാവേ എന്ന് ഞാനങ്ങ് പറഞ്ഞു. അപ്പം എന്നിട്ട് അടുത്ത ആഴ്ച ആയപ്പോൾ അത് മാറിയില്ല, എനിക്കത് ഭയങ്കര വിഷമമായി. അപ്പോൾ പിന്നീട് അച്ഛൻ ധ്യാനത്തിനകത്ത് പറയുകയാണ് വിശ്വാസമല്ല, നെക്സ്റ്റ് സ്റ്റേജ് പ്രത്യാശയാണ്, അതിനുശേഷം സ്നേഹമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇനിയും വെയിറ്റ് ചെയ്യണം, മാതാവ് എന്തോ കരുതുന്നുണ്ട് അച്ഛനിൽ എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെ അതൊക്കെ വിട്ട് കളഞ്ഞു, മാതാവ് എപ്പോഴെങ്കിലും മാറ്റട്ടെ എന്നുള്ളൊരു രീതിയായിരുന്നു. അങ്ങനെ എൻ്റെ 2ാമത്തെ പുതുക്കൽ സമയമായപ്പോൾ അമ്മയ്ക്കും അച്ഛനും ആർക്കും തന്നെ വലിയ വിശ്വാസം ആദ്യം ഉണ്ടായിരുന്നില്ല. എന്നെ കുറ്റം പെടുത്തുന്ന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യമൊക്കെ. എന്ത് പറ്റി, നീ എന്താ ഇങ്ങനെ ആയി പോകുന്നത്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ അവരെല്ലാവരും എൻ്റെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും അവരെല്ലാം വിശ്വാസത്തിലേക്ക് വരാൻ തുടങ്ങി. എൻ്റെ അമ്മ അച്ഛനെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു, എൻ്റെ അമ്മ ഉടമ്പടി എടുത്തു. അവരൊക്കെ ഉടമ്പടി എടുത്ത് പുതിയ ജീവിതം അങ്ങോട്ട് മാറി തുടങ്ങിയപ്പോഴത്തേക്കിനും എൻ്റെ അച്ഛൻ്റെ കാലിൽ അസുഖം കംപ്ലീറ്റ് മാറി. ഇപ്പോൾ വലിയ രീതിയിൽ ഉണ്ടായിരുന്ന ഒരു സ്കിൻ ഡിസീസിൽ ഒരു പാട് പോലും അവശേഷിക്കാത്ത രീതിയിൽ ഒരു പഥ്യങ്ങളും ഇല്ലാതെ ഉടമ്പടി തൈലവും ഉപ്പും മാത്രം ഉപയോഗിച്ചിട്ട് കാല് കംപ്ലീറ്റ് ക്യൂർ ആയിട്ടുണ്ട് അച്ഛൻ്റെത്. അതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്. 3ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ
എനിക്ക് കാറിലൊക്കെ പോകുന്ന സമയത്ത് ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി പണ്ട് കുഞ്ഞിലെ തൊട്ടേ ഉള്ള ഒരു കാര്യമായിരുന്നു. ഇത് ഞാൻ നിയോഗത്തിൽ വെച്ചതല്ല. അപ്പോൾ എനിക്ക് അത് കാരണം യാത്ര ചെയ്യാൻ എനിക്ക് ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല. അപ്പോൾ അത് കാരണം പക്ഷേ ഒരു സമയത്ത് ഞാൻ രണ്ടാമത്തെ പുതുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കാറിലിരുന്നപ്പോൾ ഞാൻ ഫോണൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ എനിക്ക് എന്തോ അങ്ങനെ ഒരു ടെൻഡൻസി വരുന്നില്ല. അപ്പോൾ ഞാൻ അടുത്തിരുന്ന അമ്മൂമ്മയോടും പറഞ്ഞു, അമ്മൂമ്മ എനിക്ക് ഇങ്ങനെ ടെൻഡൻസി ഒന്നും വരുന്നില്ല, എന്ത് പറ്റിയെന്ന് അറിയത്തില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അങ്ങ് റൂമിൽ പോയി കിടന്ന് നെക്സ്റ്റ് ഡേ എൻ്റെ ഒരു ബുക്കുണ്ട്, മാതാവിൻ്റെ സന്ദേശത്തിൻ്റെ ബുക്ക്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ അതിലെ പ്രാർത്ഥിച്ചിട്ട് നോക്കാറാ പതിവ്. അപ്പോൾ ഇതിനകത്ത് നോക്കിയപ്പോൾ എനിക്ക് വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്നലെ നിനക്ക് തന്ന കൃപ നീ മറന്നുപോയോ എന്നുള്ള ഒരു സെൻറ്റൻസ് ആണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ ആലോചിച്ചു, ഇന്നലെ എന്ത് കൃപ. അപ്പോഴേ എനിക്ക് മനസ്സിലായത് കാറിൽ ഇരുന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടായില്ലല്ലോ എന്നുള്ളത്. അതിനുശേഷം ഇന്ന് വരെ എനിക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടായിട്ടില്ല. കാറിലിരിക്കുമ്പോൾ ഒരു വൊമിറ്റിങ്ങോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും എനിക്ക് പിന്നീട് ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഒരു മൂന്നാമത്തെ സാക്ഷിയാണ്. കാരുണ്യ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓൾഡ് ഏജ് ഹോമിൽ ഞാൻ പോകുമായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ കാരുണ്യ പ്രവർത്തനം ഞാൻ ഇതിനു വേണ്ടി ചെയ്യുന്ന ഒരാളല്ല. എനിക്കൊരു വരുമാനം കിട്ടിയാൽ തീർച്ചയായിട്ടും എനിക്ക് കാരുണ്യ പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു വരുമാനം ഞാൻ കണ്ടെത്തുന്നതെന്ന് അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ എനിക്ക് വരുമാനത്തിൻ്റെ ഒരു ആവശ്യമില്ല. നമുക്ക് വേറെ ഒരുങ്ങി നടക്കാനാണെങ്കിലോ അല്ലെങ്കിൽ വേറെ ഹസ്ബൻഡ് അത്യാവശ്യം വരുമാനമുണ്ട്, അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കി. പക്ഷേ എനിക്ക് വരുമാനം വേണ്ടത് എനിക്ക് ഒരാളെ സഹായിക്കണമെങ്കിൽ വേറൊരാളുടെ കാല് പിടിക്കേണ്ട ആവശ്യം എനിക്ക് വരരുത്. അതിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു. അപ്പോൾ ഓൾഡ് ഏജ് ഹോമിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ തുടങ്ങി. അവിടെയുള്ള അമ്മമാരെയും എല്ലാവരെയും കുളിപ്പിക്കാനൊക്കെ തുടങ്ങി. അപ്പം എനിക്ക് അറിയാവുന്ന ഒരു സിസ്റ്റർ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തോട് ഞാൻ ഈ വിശേഷങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ പുള്ളിക്കാരി എന്നോട് ചോദിച്ചു, നീ ഒരു ഡോക്ടറല്ലേ, നീ എന്തിനാ ഇങ്ങനെ ഇങ്ങനെ കുളിപ്പിക്കാൻ അതിനൊക്കെ പോകണേ, അത് അത്രയൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വന്നൊരു സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ, ഈശോയ്ക്ക് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി കൊടുക്കാമെങ്കിൽ ഒരു ഡോക്ടറായി എനിക്ക് ഒരു രോഗീനെ കുളിപ്പിക്കുന്നതിന് എന്താ തെറ്റ് എന്ന് ഞാൻ ചോദിച്ചു. അപ്പം സിസ്റ്റർ പിന്നെ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവരെ സഹായിക്കാറുണ്ട്. ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്, ഫുഡ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഡെയിലി ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഫുഡ് ഞാൻ എന്നും വാങ്ങിച്ചു കൊടുക്കാൻ നോക്കാറുണ്ട്. പിന്നെ അനാഥാലയത്തിൽ പോകാറുണ്ട്. അങ്ങനെയുള്ള പറ്റുന്ന രീതിയിലെല്ലാം നമ്മൾ സഹായങ്ങൾ ചെയ്യാറുണ്ട്. സുഗന്ധാഭിഷേകം എനിക്ക് ആദ്യം ഇവിടെ വന്ന സമയത്ത് 1-2 ദിവസം ഞാൻ വീട്ടിൽ പോയപ്പോൾ ഇത്തിരി സമയം ഒന്ന് വൈകിയാൽ തന്നെ സന്ധ്യാസമയത്ത് സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥനയുടെ ഒരു സമയമായി എന്ന് എനിക്ക് അങ്ങനെ മനസ്സിലായിട്ടുണ്ട് 1-2 തവണ. അതുപോലെ തന്നെ എനിക്ക് സുഗന്ധാഭിഷേകം ഭയങ്കരമായിട്ട് തോന്നിയത്, ഞാനൊരു കോൺവെൻറ്റിൽ ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ അടുത്ത് തന്നെയായിരുന്നു ഞാൻ റൂമിൽ താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്കൊരാഗ്രഹം തോന്നി എന്നും കുർബാനയ്ക്ക് പോകണം. പക്ഷേ ഞാൻ നിൽക്കുന്ന ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മൺസിൻ്റെ ഒരു ഹോസ്പിറ്റലാണ്. അവിടുന്ന് അടുത്തൊന്നും പള്ളികളൊന്നും ഇല്ല. അപ്പോൾ എനിക്ക് കുർബാനയ്ക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ അവിടുന്ന് മാറി. അവിടെ നിന്ന് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നല്ല സുഖ സൗകര്യങ്ങളും നല്ല ഫുഡും നല്ല എല്ലാ കാര്യങ്ങളും നല്ലതായിരുന്നു. പക്ഷേ അവിടുന്ന് ഞാൻ അത് കളഞ്ഞിട്ട് ഞാൻ കോൺവെൻറ്റിലേക്ക് മാറി. അപ്പോൾ അങ്ങനെ മാറിയ സമയത്ത് സാറിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അതെൻ്റെ ഉടമറി വസ്തുക്കളും കാര്യങ്ങളൊക്കെ കൊണ്ട് അതൊക്കെ അങ്ങോട്ട് മാറി കിട്ടി. അങ്ങനെ ഞാൻ കുർബാനയ്ക്ക് ഡെയിലി പൊക്കോണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് എനിക്ക് പി ജിയുടെ ഒരു ചിന്ത വന്നു. അതായത് പി ജി ഒന്നുകൂടെ ട്രൈ ചെയ്താലോ പഠിച്ചാലോ എന്നൊക്കെയുള്ള ഒരു ആലോചന വന്നിട്ട് വീണ്ടും അതിലേക്ക് തിരിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് എല്ലാത്തിനും സമയം കിട്ടുന്നില്ല. രാവിലെ 8:30 പോയാൽ വൈകുന്നേരം 5:30 വരിക, പിന്നീട് പ്രാർത്ഥന, ഇതെല്ലാം കൂടെ ആയിട്ട് എനിക്ക് ഒന്നിനും സമയം കിട്ടാതെ വന്നപ്പോൾ ഞാൻ കുർബാന എന്ത് ചെയ്തു, ഒന്നിടവിട്ടാക്കി. അപ്പോൾ അങ്ങനെ സംഭവിച്ചപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്ത സങ്കടവുമാണ്. കുർബാനയ്ക്ക് പോയില്ലെങ്കിൽ എനിക്ക് പഠിക്കാനൊന്നും പറ്റാറില്ല, ഭയങ്കര വിഷമമാണ് ആ സമയത്ത്. പക്ഷേ എന്താണെന്നറിയത്തില്ല, അങ്ങനെ ഞാൻ മുടക്കിയിരുന്നു. അങ്ങനെ വന്നൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് രാത്രിയിൽ ഞാൻ ഉറങ്ങിക്കിടന്ന സമയത്ത് 1 മണിക്കൂർ ഞാൻ കണ്ടുള്ള ഒരു സ്വപ്നം. ആ സ്വപ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സ്വപ്നമാണ്. അത് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ അത്രയും വലുതായിട്ട് തോന്നത്തില്ല. പക്ഷേ എനിക്കെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഞാൻ ഈശോനെ കണ്ട ഒരവസ്ഥയായിരുന്നു അതെന്ന് പറഞ്ഞാൽ, ഞാൻ ഉറങ്ങിക്കിടന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ കാണുന്നത് ഒരു പെൺകുട്ടി അവൾ ലിപ്സ്റ്റിക്കൊക്കെ അടിച്ചിട്ടുണ്ട്. ഒരു ശരിയല്ലാത്ത രീതിയിലുള്ളൊരു ബാഡ് ടച്ചും ആ ഒരു രീതിയിൽ ഞാൻ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് കാണുന്നത് ഒരു വെള്ള കേക്കാണ് കാണുന്നത്. ഈ വെള്ള കേക്കിനകത്ത് മുറിച്ച് എൻ്റെ വായിലേക്ക് ഞാൻ വെക്കുന്നുണ്ട്. വെച്ച സമയത്ത് ഇത് തുപ്പിയിട്ട് ഞാൻ വല്ലാണ്ട് രക്തം ഛർദ്ദിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം ഈ കേക്കിൻ്റെ ഫ്രണ്ടിൽ ആ പെൺകുട്ടി നിൽപ്പുണ്ട്. പിന്നെ കാണുന്നത് ഞാൻ മെഴുകുതിരി കത്തിച്ച്, ഇതെല്ലാം ഒറ്റ സ്ട്രെച്ചിൽ ഞാൻ കാണുക ഘട്ടം ഘട്ടമായിട്ട്. എന്നിട്ട് ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചേക്കുന്നു. ആ മെഴുകുതിരിയുടെ അപ്പുറമായിട്ട് 3 തവണ മാതാവ്, നമ്മുടെ കൃപാസന മാതാവിൻ്റെ പകുതി രൂപം പ്രത്യക്ഷപ്പെട്ട് മായുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് ഞങ്ങളുടെ സാറ് അവിടെ ഇരിപ്പുണ്ട്. സാറ് വെള്ള ഡ്രസ്സിട്ട് ഇരിക്കുക. അപ്പോൾ സാർ എന്നോട് ചോദിച്ചു, ഇപ്പം നിനക്ക് വിശ്വാസമായോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് വിശ്വാസമാണ്, പക്ഷേ എനിക്കിങ്ങനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു മാതാവിനെ എന്ന് പറഞ്ഞു.
അങ്ങനെ അങ്ങനെ ഇരുന്നിട്ട് അതിൻ്റെ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാണുകയാണ് എന്താണ് ഒരു ജനലിൻ്റെ സൈഡിൽ കൂടെ ഒരു കൈ, ആ കൈ ഈശോൻ്റെ കൈകളാണെന്ന് ഞാൻ നല്ല രീതിയിൽ കാണുന്നുണ്ട്. പക്ഷേ ഈശോൻ്റെ മുഖം കാണുന്നില്ല. ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ബ്രൗൺ കളറിൽ രക്തം കട്ട പിടിച്ചായിരിക്കാം, അങ്ങനെ ഒരു കൈയാണ് ഞാൻ കാണുന്നത്. അതിങ്ങനെ കൈ വെളിയിലേക്ക് ഇട്ടിട്ട് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് അകത്തേക്ക് വലിക്കുകയാണ്. അങ്ങനെ വലിച്ച് ഉള്ളിലേക്ക് കയറ്റുന്ന സമയത്ത് എനിക്കൊരു പേടിയുണ്ടായിരുന്നു, പക്ഷേ എന്നാൽ ഭയങ്കര സന്തോഷവും ഉണ്ട്. അങ്ങനെ ഞാൻ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ മരിച്ച് മുകളിലേക്ക് ചെല്ലുമ്പോൾ വേറെ ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ഈശോയും അല്ലെങ്കിൽ ദൈവവും നമ്മൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അവിടെ ഒരു വൈവേ എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിലായിരിക്കും, വേറെ ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഞാൻ അകത്തേക്ക് കയറിയതിന് ശേഷം പെട്ടെന്ന് ഈശോൻ്റെ ഒരു സ്വരം കേൾക്കുകയാണ്. പെട്ടെന്ന് എൻ്റെ ദേഹത്തേക്ക് ഒരു പ്രകാശം അടിക്കുന്നുണ്ട്, കാറ്റടിക്കുന്നുണ്ട്. എനിക്കത് താങ്ങാൻ പറ്റുന്നില്ല, ഞാൻ കിടന്ന് കറങ്ങുകയാണ് ആ കാറ്റിൽ. അപ്പോൾ ഈശോയുടെ സ്വരം മാത്രമാണ് ഞാൻ കേൾക്കുന്നത്. നിനക്ക് എന്നെ വിശ്വാസമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസമാണ്, നീ എന്നെ ആവശ്യത്തിന് മാത്രമേ വിളിക്കാറുള്ളൂ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല, പണ്ട് ഞാൻ അങ്ങനെ ആയിരുന്നു, ഇപ്പം ഞാൻ അങ്ങനെ അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ആ ശക്തി എന്നിൽ നിന്ന് മാഞ്ഞു പോയി. പെട്ടെന്ന് എൻ്റെ കാലിൽ ഒരു അടി തന്നിട്ടാണ് പോയത്. ഞാനത് ചാടിയാണ് ഞാൻ എണീക്കുന്നത്. എണീറ്റപ്പോൾ എനിക്കിത് സ്വപ്നമാണെന്നൊന്നും അല്ല, ഞാൻ നേരിട്ട് കണ്ട ഒരു പ്രതീതിയായിരുന്നു അത്. അപ്പോൾ അങ്ങനെ എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്ക് അതിൻ്റെ അർത്ഥങ്ങളൊന്നും മനസ്സിലായില്ല. എന്താ ഞാൻ ഈ കണ്ടതിൻ്റെ കണക്ഷൻ? എനിക്കൊന്ന് കേക്ക് കണ്ടു, ഒരു പെൺകുട്ടിയെ കണ്ടു, എന്താ ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ 2-3 ദിവസം അതുമായിട്ട് ഇങ്ങനെ നടന്നു, എന്താ ഈശോയെ ഉദ്ദേശിച്ചെന്ന്. പിന്നെ സിസ്റ്ററായിട്ട് സംസാരിച്ചപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, ഈശോ ചില കാര്യത്തിലൊരു സെൽഫിഷാണ്. അതായത് ഈ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലുപരി ഈശോനെ സ്നേഹിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഈശോ. അപ്പോൾ ഈശോനെ കൂടുതൽ നമ്മൾ സ്നേഹിക്കണം എന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അപ്പം പള്ളിയിൽ ഞാനിങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി വരിക, ആ കേക്കെന്ന് പറഞ്ഞത് തിരുവോസ്തിയല്ലേ ഉദ്ദേശിച്ചത്? കേക്ക് വായിലേക്ക് വെച്ചിട്ട് ബ്ലഡ് ഛർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ ഈശോൻ്റെ രക്തമല്ലേ അത്? അപ്പോൾ നിന്നെ കുർബാനയിലേക്ക് നിന്നെ അടുപ്പിക്കുന്നതല്ലേ ഉദ്ദേശിക്കുന്നത്? നീ കുർബാന മുടക്കരുത്. ഒരു PGയുടെ കാര്യം വന്നപ്പോൾ നീ കുർബാന കട്ട് ചെയ്തോ? അത് ആവശ്യത്തിന് വേണ്ടി മാത്രമേ നീ വിളിക്കാറുള്ളൂ എന്ന് ഈശോ ചോദിക്കുന്നതായിട്ട് എനിക്ക് പിന്നെ മനസ്സിലായി. പിന്നെ ഞാൻ ആലോചിച്ചു, ആ പെൺകുട്ടി എന്താ ഉദ്ദേശിച്ചത്? അപ്പോൾ എനിക്ക് മനസ്സിലായി അത് പിശാചിൻ്റെ രൂപമാണെന്ന് മനസ്സിലായി. നമ്മളെ കുർബാനയിൽ നിന്ന് അകറ്റാനും നമ്മളെ ദൈവത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും പലതരത്തിലുള്ള പൈശാചിക ബന്ധനങ്ങൾ നമുക്കുണ്ടാവും, നമ്മൾ അതിന് വീണു പോകും. അപ്പോൾ അങ്ങനെ വീഴാൻ പാടില്ല എന്നുള്ളൊരു സന്ദേശമാണ് ദൈവം തന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെന്ന് പറയുന്നത്. എനിക്ക് ഇതിൽ നിന്ന് കൂടുതൽ എന്താ പറയുക, അനുഗ്രഹം കിട്ടിയെന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങൾ നേടുക എന്നുള്ളതല്ല, ഈശോനെ മാതാവിനെ എനിക്ക് കൂടുതൽ അറിയാൻ പറ്റി, ഈശോൻ്റെ സ്നേഹം അറിയാൻ പറ്റി. പണ്ടൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമെന്നുണ്ടെങ്കിലും എന്തോ പ്രാർത്ഥിക്കുന്നു പോകുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈശോ എന്ന് പറയുന്നത് ഒരു സത്യദൈവമാണെന്നും അതൊരു ജീവനുള്ള ദൈവമാണെന്നും നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരാളാണെന്നും എനിക്ക് മനസ്സിലായത് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത ശേഷമാണ്. എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 62-ാം അധ്യായത്തിൽ തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു, കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടും. കർത്താവിൻ്റെ കയ്യിൽ നീ മനോഹരമായ ഒരു കിരീടമായിരിക്കും. നിന്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു രാജകീയ മകുടവും. തിരുവചനം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ക്രിസ്തു എല്ലാവരിലുമാണ്, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഇന്ന് ഡോക്ടർ ഗോപിക ഇവിടെ പറഞ്ഞ് തൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നത്, ഈ മകള് ഈശോയെ എങ്ങനെ സ്നേഹിക്കുന്നു, ഈശോ തൻ്റെ സ്നേഹത്തെ എത്രമാത്രം വിലമതിക്കുന്നു. നിൻ്റെ കർത്താവ് തരുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടും. നിൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ നീ മനോഹരമായ ഒരു കിരീടമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് തിരുവചനം നമ്മോട് സംസാരിക്കുമ്പോൾ, ഉടമ്പടിയിലൂടെ നമ്മെ എങ്ങനെയാണ് ദൈവം തൻ്റെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ ഡോക്ടറിന് കിട്ടിയ കുറച്ച് ഭൗതികമായിട്ടുള്ള പല അനുഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അത് രോഗസൗഖ്യമായും അതുപോലെ തന്നെ തനിക്കൊരു പോസ്റ്റ്, അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയാണ്. അപ്പോൾ ആ പോസ്റ്റൊക്കെ തനിക്ക് കിട്ടിയ കാര്യവും അതിലൂടെ തനിക്ക് പഠിക്കുവാനും അതുപോലെ ജോലി ചെയ്യുവാനും ഒക്കെ തനിക്ക് സാധ്യതകളുണ്ടായി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പങ്കുവയ്ക്കുമ്പോഴും എനിക്ക് ഇതൊന്നുമല്ല ഇന്ന് പ്രധാനം. ഞാൻ 7-ാം ക്ലാസ് മുതൽ അറിഞ്ഞ സത്യദൈവത്തെ എനിക്ക് ഒന്നുകൂടി ഇറുകെ സ്നേഹിക്കുവാൻ കഴിയുന്നു. എൻ്റെ ദൈവം എന്നോടൊത്തുണ്ട്. അതായത് താനൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ
പോയ അവസ്ഥകൾ, അമിതമായ ഉത്കണ്ഠ, ആകുലത, അങ്ങനെ ഒരു കൗൺസിലിങ്ങിന് വരെ പോകുന്നു. പക്ഷേ അവിടെയൊന്നും പിന്നീട് നടക്കാത്തതാണ്. അതായത് തനിക്ക് മാറ്റമൊന്നും വന്നില്ല. അത് ജപമാല എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ തനിക്ക് എങ്ങനെയാണ് അതിലൂടെ ഒരു ധൈര്യം കിട്ടുക, തൻ്റെ അടുത്തൊരാളുണ്ട്, എൻ്റെ കൂടെ ഒരാളുണ്ട് എന്നുള്ള ഒരു ധൈര്യമാണ് ഈ മകൾക്ക് ലഭിച്ചത്. ഞാൻ തന്നെ നിൻ്റെ കൂടെ വരും, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. ഇതാണ് ഈശോ നൽകുന്ന വാഗ്ദാനം. ആ വാഗ്ദാനം ഇന്നും തുടരുകയാണ്. അത് ഉടമ്പടി അനുഭവങ്ങളിലൂടെ നമുക്ക് കുറേ കൂടി വ്യക്തമായിട്ട്, കൃത്യമായിട്ട്, വളരെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളായിട്ട് ഇന്ന് നമ്മുടെ മുൻപിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ തൻ്റെ അമ്മ ഉടമ്പടിയെടുത്തു, അച്ഛൻ ഉടമ്പടിയെടുത്തു. അച്ഛൻ്റെ വർഷങ്ങളായിട്ടുള്ള, ഇവരൊക്കെ ഇന്നിവിടെ വന്നിട്ടുണ്ട്, ഇവരുടെ വർഷങ്ങളായിട്ടുള്ള അച്ഛൻ്റെ സ്കിൻ അലർജി, അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഒരു പാടുപോലും ഇല്ലാതെ അച്ഛനതൊക്കെ പരിപൂർണമായിട്ടുള്ള സൗഖ്യം ലഭിക്കുന്നത്. ഇന്ന് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ എന്ന് യോഹന്നാൻ 1:16 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നത് പോലെ ഇന്ന് ഈ മകളിലൂടെ എത്രയോ മക്കളാണ് കർത്താവിലേക്ക് തിരിയുവാനിടയായത്. തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, അതൊക്കെ എത്ര മഹത്തരമായിട്ട് ഈ മകള് കാണുന്നു. അതിനൊക്കെ ഓരോ തൻ്റേതായ രീതിയിൽ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുവാനും അതുപോലെ ഈശോയെ അനുഭവിക്കുവാനായിട്ടൊരു സ്വപ്നം, ദർശനമുണ്ടാവുക, സുഗന്ധ അഭിഷേകമുണ്ടാവുക, ഇതൊക്കെ ഇന്ന് നിങ്ങൾക്ക് ചെറുതായിരിക്കാം, എന്നാൽ എന്നെ സംബന്ധിച്ച് അത് ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണെന്ന് ഈ മകൾ തന്നെ ഇവിടെ പറഞ്ഞ വാക്കുകളാണ്. അങ്ങനെ കർത്താവിൻ്റെ കയ്യിലെ ഒരു രാജകീയ മകുടമായിട്ട് ഓരോ മക്കളെയും മാറ്റുന്ന ഉടമ്പടി ജീവിതം, അത് എപ്പോഴും നമ്മെ ഉന്മേഷമുള്ളവരാക്കുന്നതാണ്. നമുക്ക് രോഗങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ തളർച്ച എന്ന് പറയുന്നത് ആരോഗ്യസ്ഥിതിയോ ഇതൊക്കെ നമുക്ക് മോശമായിരിക്കാം. എങ്കിലും നാം ഉടമ്പടിയുടെ മക്കളാണെങ്കിൽ നമുക്കൊരു ഉണർവുണ്ട്. അത് ദൈവം നമ്മുടെ കൂടെ വരുന്ന ഉണർവും ഉന്മേഷവും മാത്രമാണ്. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവം.